അപ്പോൾ നമ്മ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, അതിന് മെയിനായിട്ട് വേണ്ടത് അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് മല്ലിയില, പിന്നെ ചിക്കൻ മസാല ആൻഡ് കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ. മെയിൻ നമുക്കിതിന് ചേരുവകൾക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസുകൾ. പിന്നെ ഞാനൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെൻറ്ററിൽ ഒരു കട്ട് പോലെ ഇട്ടിട്ട് ഒന്ന് വരഞ്ഞിട്ട് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്കത് വെന്ത് കിട്ടും. അത് കഴിഞ്ഞത് വെന്തതിന് ശേഷം ഇങ്ങനെ ഒരു അരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്ത് കൂടെ കമത്തി വെച്ചിട്ട് ഈ പൊട്ടറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, നല്ല പഞ്ഞി പോലെ, നല്ല ബട്ടർ പോലത്തെ ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് മതിയാവും. പിന്നെ എല്ലില്ലാത്ത നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ആട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു 4-5 വിസിൽ, മാക്സിമം 4 വിസിൽ മതിയാവും. അപ്പോൾ അത് എല്ലാം കൂടിയും അതിലോട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ആ ഗ്ലാസിൻ്റെ ഹാഫാണ് ഞാൻ ഒഴിച്ചത് വെള്ളം. അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും മാറ്റിയെടുക്കാം. കണ്ടോ, ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് എടുത്തെങ്കിലും അതിൻ്റെ ഹാഫേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആൻഡ് ഉപ്പ് ആവശ്യത്തിനിടാം. അപ്പോൾ അതൊക്കെ കൂടി ഇട്ട് വേവിക്കുക. വെന്ത് വന്നതിൻ്റെ 4 വിസിൽ. അപ്പോൾ വെന്ത് വന്നതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ വെന്ത് വരുമ്പോൾ അതിന് സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് നിങ്ങൾക്ക് മാറ്റി വയ്ക്കുക. പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അതിലോട്ട് ഇട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം സവാളയാണ് ഇട്ടത്. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നോർമലി അത് സവാള ഒരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് വാട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാട്ടോ വാട്ടിയത്. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു ലൈറ്റായിട്ടൊന്ന് വാടി പെട്ടെന്ന് കിട്ടും. ഉപ്പിട്ട് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് അതാണ്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളതിലോട്ട് വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സംഭവം അടുക്കി പിടിക്കും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിട്ടതിന് ശേഷം ഞാനൊരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് സോട്ടൊക്കെ ആയി വരുമ്പോൾ കണ്ടോ ഇപ്പോൾ കളറ് മാറിയില്ലേ. അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടിയും ചിക്കൻ മസാലയും കൂടി ആയിട്ട് ഇടുന്നത്. ഞാൻ പെരുംജീരകത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, കോർ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ സവാളനായിട്ട് നല്ല പോലെ സോട്ട് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സായിട്ട് വരണം ഫുള്ള്. കാരണം ഈ പെരുംജീരകവും ചിക്കൻ മസാലയും ആണ് ഇതിന് ഫ്ലേവർ കൊടുക്കണ വേറൊരു പൊടികളെന്ന് പറയണത്. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ സവാളയും ഈ ചിക്കൻ്റെ മിക്സും കൂടിയും നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. കാരണം എല്ലായിടത്തേക്കും എത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഉണ്ടാവില്ല, ഒരു സൈഡിൽ ഉണ്ടാവും, അതേപോലെ കിടക്കും. കാരണം എല്ലായിടത്തേക്കും മസാല എത്തിയാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളിലേക്ക് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ സവാളയും ചിക്കനും കൂടിയും നിങ്ങൾ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു മിക്സ് നമ്മളിപ്പോൾ അടുത്തത് പൊട്ടറ്റോ ഒക്കെ ഇടുമ്പോൾ അതിൽ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ അതിലിടുമ്പോഴായാലും കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കിട്ടുക, കൺസിസ്റ്റൻസിലേക്ക് കിട്ടുക, അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ ഇളക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും എത്തണം അതിൻ്റെ ഒരു മിക്സ് എന്ന് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മിക്സൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ആ ഒരു മിക്സിന് ഉണ്ടാവുക. ആ ഒരു എന്താ പറയുക, സവാളയും ചിക്കനും ഒക്കെ കൂടെയുള്ള മിക്സിന് ഉണ്ടാവുക. അപ്പം മല്ലിയില ഉള്ളവർ മല്ലിയില ഇടുക. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക. അപ്പം എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ മല്ലിയില ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില കുറച്ച് കൂടുതലിട്ടു.
എന്നിട്ട് അത് നല്ലപോലെ യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ അതിലോട്ട് ഇടുന്നത്. നല്ല ബട്ടർ പോലെയുള്ള പൊട്ടറ്റോ, ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ബട്ടർ ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കിട്ടും, പൊട്ടറ്റോ സ്മാഷ് കിട്ടും. അതും ഇതേപോലെ ആ മിക്സിയിലേക്ക് ഇട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക, എല്ലായിടത്തേക്കും എത്തണം. അങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ഫുള്ളാക്കുക. അപ്പോൾ ഞാനിത് വന്ന് കുഴച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 12 സാമ്പിളോളം കട്ട്ലൈറ്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾ ബ്രെഡ് എത്ര സ്ലൈസ് വേണമെങ്കിലും എടുത്ത് പൊടിച്ചതെടുക്കുക. പിന്നെ ഞാൻ രണ്ട് എഗ്ഗാണ് കേട്ടോ എടുത്തത്. 2 എഗ്ഗും അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവർ, അത് ഒത്തിരി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർത്തത്. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യണ പോലെ അതിനെ എഗ് വാഷ് ചെയ്യുക. എന്നിട്ട് നോർമലി ബ്രെഡ് ക്രംസിൽ മുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഞാൻ അധികം സ്പെഷ്യലി കാണിക്കാത്തത്. ഒരെണ്ണം മാത്രമേ ഞാനതിൽ കാണിച്ചിട്ടുള്ളൂ, അത് എല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പം ഞാൻ ഒരെണ്ണം മാത്രമേ അതിങ്ങനെ ചെയ്തിട്ട് കാണിക്കണുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെയ്യാമെന്ന് ഞാൻ ലോങ് ആവും വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ എഗ്ഗിൽ ഇത് നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്രിസ്പി കിട്ടാനാണ്. എന്നിട്ട് ഇത് നമ്മൾ എണ്ണയിൽ മുക്കി നല്ല പോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി കട്ട്ലൈറ്റ് ഇവിടെ തയ്യാർ.